ഏറെ ഞാനിപ്പോ ആരൊക്കെ വോട്ട് ചെയ്തെന്ന് പറഞ്ഞില്ല. സ്ഥാനാർത്ഥി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. വോട്ട് ചെയ്തു. വളരെ നല്ല ഒരു റിസൾട്ട് ആയിരിക്കും ഇത്തവണ UDF ഉണ്ടാവുക. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തന്നെ UDF അധികാരത്തിൽ വരും എന്നത് തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ടായ ഒരു തരംഗം ഇപ്പോഴുമുണ്ട്. അതെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള തരംഗമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റി. അന്ന് ക്വാർട്ടർ ഫൈനൽ എന്നാണ് പറഞ്ഞത്. പിന്നെ സെമി ഫൈനലിലെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിലും നല്ല വിജയം കൈവരിക്കാൻ കഴിഞ്ഞപ്പോൾ ഫൈനലിൽ നല്ല ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ UDF അനുകൂലമായി. തൂത്തുവാരും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. 100 സീറ്റ് എന്നുള്ള ലക്ഷ്യം ആദ്യം പറഞ്ഞതല്ല, 100 സീറ്റിലേക്ക് ഏതായാലും റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാവും. കഴിഞ്ഞ തവണകളിലൊക്കെ ഉണ്ടായതിനേക്കാൾ നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തന്നെ UDF ജയിക്കാൻ പറ്റും. ലീഗിന് എത്ര സീറ്റ് കിട്ടുന്നതാണ് ഭൂരിപക്ഷം സീറ്റ് ഞങ്ങൾക്ക് ഞങ്ങൾ 27 സീറ്റ് മത്സരിക്കുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷം സീറ്റുകൾ ഞങ്ങൾ ജയിക്കും. ഇല്ല, അത് തന്നെയാണ് താങ്കൾ പറഞ്ഞാണ് അതിന്റെ ഒരു സംഗതി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇത്തവണ ഏത് തോൽക്കുന്നു ചോദിച്ചാലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ബഹുഭൂരിപക്ഷം സീറ്റുകളും ലീഗ് നേടും. UDF തങ്ങൾ പറഞ്ഞു തന്നെയാണ് അതിന്റെ കണക്ക്. എല്ലാവരും ഒരേ കണക്കാ ഏകദേശം പറയുന്നത്. അപ്പോൾ അതിലെന്തോ ഉണ്ട് നിങ്ങൾ കരുതിയാൽ മതി. അല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇലക്ഷൻ രംഗം നോക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല. ഓരോ ജില്ലയിലുള്ള കാര്യങ്ങൾ എടുത്ത് അനലൈസ് ചെയ്താൽ UDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഈ കിറ്റ് കൊടുക്കുന്നു, പിന്നെ പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു, സാരി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ BJP ഉത്തരേന്ത്യയിലെ അതേ പ്രവണത കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നു. അതെ, അത് ഒരു വെറുതെ ഈ അവിടൊക്കെ ചെയ്യുന്ന പണികൾ ഇവിടെ ചെയ്താൽ ഇവിടെ ക്ലച്ച് പിടിക്കൂല എന്ന് കേരളത്തെ മനസ്സിലാക്കാൻ അവർക്ക് ഇനി കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരു ഇലക്ഷനിൽ ഒരു അക്കൗണ്ട് തുറക്കും, പിന്നെ അക്കൗണ്ട് ക്ലോസ് ആവും, പിന്നെ അക്കൗണ്ട് തുറക്കും എന്നാണ് ഈ ഗതികളിൽ ഒരു നിൽക്കുന്നതിന്റെ കാരണം. അല്ലാതെ ഒന്നും കേരളത്തിൽ സംഭവിക്കാൻ പോകില്ല. ഈ BJP അക്കൗണ്ട് തുറക്കും ഇത്തവണ, വീണ്ടും ചോദ്യം അതിലേക്ക് വന്നല്ലോ. അക്കൗണ്ട് തുറക്കോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെയും ചോദ്യം. അതാണ് വസ്തുത. സാധ്യത ഇതവണ പിന്നെയും സാധ്യത കുറഞ്ഞിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ സ്വയം വോട്ട് ചെയ്യാൻ, അതായത് നിയമസഭയിലേക്ക് സ്വയം വോട്ട് ചെയ്യാൻ ഒരു അവസരമാണല്ലോ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ വോട്ട് ചെയ്തില്ല. സാധാരണ വോട്ട് ചെയ്യലുണ്ട്. തങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തിരുന്നതാണ്. കാരണം തങ്ങള് ഇരിക്കാട് വോട്ട് ചെയ്യാൻ സാധ്യത തങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. തങ്ങള് വോട്ട് ചെയ്ത് പോയിട്ട് സാവകാശം ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. ഉണ്ട് പാലക്കാട് കുടുംബം മുഴുവൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒക്കെ എനിക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യത. ഞാനിവിടെ കൗൺസിലറായ കാലത്ത് ഫസ്റ്റില് തങ്ങളെ എനിക്ക് വോട്ട് ചെയ്ത് ചെയ്യാത്തത്. അപ്പൊ പേരക്കുട്ടി വരെ എനിക്ക് വോട്ട് ചെയ്തത്. അതിന്റെ ഒരു അഭിമാനത്തിലാണ് ഞാൻ. ലീഗിന്റെ റെക്കോർഡ് തിരുത്തുമോ? ലീഗിന്റെ സീറ്റുകളുടെ എണ്ണത്തിൽ മുമ്പത്തെ റെക്കോർഡ് ഇട്ടാണ് തിരുത്തുമോ? സാധ്യത ഉണ്ട്, നല്ല സാധ്യത. കാരണം ഇത്തവണ 27 വളരെ നല്ല ഫൈറ്റാണ്. കിട്ടാത്ത സീറ്റുകളിലൊക്കെ ഫൈറ്റാണ്. LDF കൺവീനർ മത്സരിക്കുന്നവർക്ക് നല്ല അതുപോലുള്ള